കാണാൻ ആശുപത്രിയിലെത്തുന്ന രേവതിയോട് പൊട്ടിത്തെറിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ചന്ദ്രമതി രേവതി അവിടെ നിന്ന് നാട്ടിപ്പായിക്കുന്നു. ഇതേസമയം സച്ചി അശോകങ്ങളിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ സച്ചിയുടെ പിന്നിലൂടെ രേവതി പോകുന്നു. ശേഷം രേവതി വന്ന വിവരം സച്ചി അറിയരുതെന്ന് ശ്രുതിയോട് പറയുന്നു. തുടർന്ന് അച്ഛൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന സച്ചിയെ ശ്രുതി ആശ്വസിപ്പിക്കുന്നു. പിന്നീട് അവിടെ എത്തുന്ന സീനിയർ ഡോക്ടറോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുന്നു. ശേഷം രവീന്ദ്രനെ നോക്കിയിട്ട് ഇറങ്ങി വരുന്ന ഡോക്ടർ രവീന്ദ്രന്റെ ഹാർട്ടിൽ 2 ബ്ലോക്ക് ഉണ്ടെന്നും രവീന്ദ്രന്റെ അവസ്ഥ വളരെ മോശമാണെന്നും ഇന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ് നല്ലതെന്നും ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും തകർന്നു പോകുന്നു. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ 4 ലക്ഷം രൂപയാകുമെന്നും ഉടനെ തന്നെ കാശ് അടക്കണമെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് എങ്ങനെ പണം കണ്ടെത്തുമെന്നോർത്ത് ചന്ദ്രമതി പൊട്ടിക്കരയുന്നു. പിന്നീട് അമ്പലത്തിലെത്തുന്ന രേവതി ലക്ഷ്മിയമ്മയോടും ദേവുവിനോടും ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് രവീന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശേഷം കാര്യം തിരക്കുന്ന ലക്ഷ്മിയമ്മയോട് അച്ഛൻ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നും സീരിയസ് ആണെന്നും രേവതി പറയുന്നു. ഇത് കേട്ട് ലക്ഷ്മിയമ്മയ്ക്ക് ദേവുവിന് സങ്കടമാവുകയും നീയൊക്കെ കാരണമാണ് അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ ദേവുവിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശേഷം രവീന്ദ്രന്റെ രോഗശാന്തിക്കായി രേവതി ശയന പ്രദർശനം നടത്തുന്നു. ഇതേസമയം രവീന്ദ്രന്റെ അവസ്ഥ വളരെ മോശമാവുകയും എല്ലാവരും ഐസിയുവിനുള്ളിലേക്ക് ഓടിക്കേറുകയും ചെയ്യുന്നു. ശേഷം അവിടെ എത്തുന്ന ഡോക്ടർ രവീന്ദ്രനെ പരിശോധിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.